ഇവിടെയുള്ള ഫ്രണ്ട്സിനെ വന്ന് ഇങ്ങനെ കാണുവാൻ വേണ്ടി ദൈവം ഒരവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Our Heavenly Father, we are thankful for this kind of an opportunity that you granted us. And we pray that as we discuss these things, that the Holy Spirit may take control of everything. And we also pray that our friends who have come here as seekers might find the truth. And even if there is anyone here in this audience who has not come as a seeker, we pray that you may work in their hearts so that they might see the truth of the Word of God. We ask in the most blessed name of our Lord and Savior Jesus Christ. Amen. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിൽ നിന്ന് കേരളത്തിൽ വന്ന് അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു മുസ്ലിം സെമിനറിയിൽ നിന്ന് ചില മുസ്ലിം സഹോദരങ്ങൾ വന്ന് എന്നോടൊരു ഡയലോഗ് തുടങ്ങിയ വിഷയമായിരുന്നു ബൈബിളിൻ്റെ ദൈവികത. ഈ കഴിഞ്ഞ 8 വർഷങ്ങൾ ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആൻഡ് വളരെ മീനിങ് ഫുള്ളായിട്ടുള്ളൊരു സംസാരം അല്ലെങ്കിൽ ആശയവിനിമയം തന്നെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ആഫ്റ്റർനൂണിലുള്ള ഈ സംസാരം അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാർക്ക് വളരെ എൻലൈറ്റനിങ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈബിളിൻ്റെ ദൈവികതയെ ധാരാളം ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ വിഷയമൊന്നുമല്ല. അതിന് കാരണമുണ്ട്. മനുഷ്യൻ പാപിയാണെന്നും പാപിയായ ഈ മനുഷ്യൻ സ്വന്തം കർമ്മത്തിൽ കൂടെ രക്ഷപ്പെടാൻ സാധിക്കത്തില്ലെന്നും പാപിയായ ഈ മനുഷ്യന് രക്ഷ നൽകുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ മനുഷ്യന് വേണ്ടി തൻ്റെ ജീവനെ ബലിയായിട്ട് അർപ്പിച്ചെന്നുമുള്ള വസ്തുത ബൈബിൾ മാത്രമേ പറയുന്നുള്ളൂ. അത് സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യ മനസ്സുകൾക്കോ മനുഷ്യ ബുദ്ധികൾക്കോ അത്ര എളുപ്പമല്ല. യുക്തിവാദികൾക്കും വളരെ വിഷമമാണ്. സ്വന്തം കർമ്മങ്ങളിൽ അഹങ്കരിക്കുന്നവർക്കും വളരെ വിഷമമാണ്. സ്വന്തം കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഈ കാര്യങ്ങൾ സ്വീകരിക്കാൻ വളരെ വിഷമമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2000 വർഷങ്ങൾ ബൈബിളിൻ്റെ ദൈവികതയെ ധാരാളം ആളുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ അറ്റാക്സിനെ ഒന്നും ഒരിക്കലും റിജക്റ്റ് ചെയ്തിട്ടില്ല, ഭയന്നിട്ടില്ല. നേരെ മറിച്ച് ഇതിന് യുക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ യുക്തിയുക്തമായ ഒരു മറുപടി കൊടുക്കണമല്ലോ എന്നുള്ളത് മനസ്സിലാക്കി ധാരാളം പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യലി കഴിഞ്ഞ 200 വർഷങ്ങൾ ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഓൾ ഓവർ ദ വേൾഡ് ഏകദേശം 400ഓളം ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവർ 100 കണക്കിന് മാഗസീൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഡസൻ കണക്കിന് ടെക്നിക്കൽ ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ലിറ്ററേച്ചർ മാത്രം കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ കാര്യം അറിയത്തില്ലായിരിക്കും. ബൈബിൾ ആൻഡ് സയൻസ് അല്ലെ ബൈബിൾ ആൻഡ് ആർക്കിയോളജി, ഡിവിനിറ്റി ഓഫ് ദ ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ദൈവികത എന്നുള്ള വിഷയത്തെക്കുറിച്ച് 2, 3, 4, 5 PhD ഉള്ള ആളുകൾ റിസർച്ച് ചെയ്ത് ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലൊരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ച് പേപ്പറിൽ ഏത് സ്റ്റാൻഡേർഡിൽ എഴുതണം, അതിനേക്കാൾ ഹയർ സ്റ്റാൻഡേർഡിൽ പേപ്പർ പബ്ലിഷ് ചെയ്തേ പറ്റൂ. എനിക്കത് ആധികാരികമായിട്ട് ഇവിടെ പറയാൻ സാധിക്കും. കാരണം ഞാൻ ഫിസിക്സിൽ എൻ്റെ PhD ചെയ്ത സമയത്ത് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ എത്ര ഡിഫിക്കൽറ്റി ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ വിഷമമാണ് ഈ ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ചുള്ള ജേർണൽസിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ. അതുപോലെ ഹൈ ലെവൽ വർക്ക് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ ജേർണൽസിൻ്റെ പേര് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ കോപ്പി നിങ്ങളെ കാണിച്ചു തരാം. വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഓഫർ ഇതിനു മുൻപ് ഞാൻ പല മുസ്ലിം ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ഫ്രണ്ട്സ് ആരും ഈ ഓഫർ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഖേദപൂർവ്വമായിട്ട് പറയട്ടെ. എന്നാൽ ഇന്നത്തെ ഓഡിയൻസിലെങ്കിലും ചിലർ മുന്നോട്ട് വന്ന് ബൈബിളിനെ കുറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഇന്ന ജേർണലിൽ ഇന്ന പേപ്പറിൽ മറുപടി ഉണ്ടെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ആ റിസർച്ച് പേപ്പറിൻ്റെ ഒരു കോപ്പി ഒന്ന് റിസീവ് ചെയ്തൊന്ന് വായിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബൈബിളിൻ്റെ ദൈവികത ഡിഫെൻഡ് ചെയ്ത് ഇവിടെ സംസാരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ഈ ആഫ്റ്റർനൂൺ 5 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു ബുദ്ധി
സർവജ്ഞാനിയായ ഒരു വ്യക്തിയാണ് ഈ പുസ്തകം ഇങ്ങനെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിൾ അവതീർണമായ ഒരു ഗ്രന്ഥമാണെന്നുള്ളത്, അല്ലെങ്കിൽ ഡിവൈൻലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം